ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാരും മ്യൂട്ടാണോ? എന്തൊക്കെയാ വിശേഷങ്ങള്? ഹാപ്പി അല്ലേ? അപ്പോ നമ്മൾ പുതിയൊരു ദിനം, നല്ലൊരു സന്തോഷകരമായ ഒരു ദിനം, നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലേ? ഏഹ് പവർഫുൾ ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി സെൽഫ് ലെവലിലേക്കാണ് പോകുന്നത് അല്ലേ? സ്വന്തത്തെ സ്നേഹിക്കുക. എല്ലാവർക്കും നമ്മളെ സ്വന്തം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടാണോ? നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളെ സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആസ്വദിക്കാറുണ്ടോ നിങ്ങള്? ഉം അതല്ല, എനിക്ക് മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല അല്ലെ? കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. എന്റെ ഫേസിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. കമന്റ് ചെയ്തോളൂ. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്റെ ഫിഗർ പോരാ എന്ന് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഉം മുമ്പൊക്കെ ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ആ, അപ്പൊ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കിയേ കണ്ണാടിയില്, അല്ലെങ്കിൽ നമ്മള് സെൽഫി ഒക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങളെ ഇപ്പള്ള ആ മുഖത്തുള്ള പ്രകാശം എങ്ങനെയുണ്ട്? ഇരുണ്ടതായിട്ടാണോ കാണുന്നത്? അതല്ല, കുറച്ച് ഭംഗി കുറച്ചുകൂടി വേണം തോന്നുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രകാശം വെച്ചതായിട്ട് കാണും. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന ആ ഒരു ഫേസ് ആയിരിക്കില്ല ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള ഫേസ്. നിങ്ങൾ നോക്കിയേ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങള്? അടിപൊളിയല്ലേ? കുറച്ചുകൂടി പ്രകാശം. നമ്മള് സെൽഫ് ലവ് അല്ലെ? സ്വന്തത്തെ സ്നേഹിക്കൂ, ആത്മാഭിമാനം മെച്ചപ്പെടുത്തും. നമ്മുടെ നമ്മളെ അഭിമാനം മറ്റാർക്കും പണയം വെക്കില്ല എന്നൊക്കെ പറയൂലേ? ഏഹ് അതുപോലെ നമ്മളെ തന്നെ സ്നേഹിക്കുക. ആ, സ്വന്തം സജിന പറയാ സുന്ദരിയാണ് ഞാന്. ഓക്കെ, അലോ മൈ സെൽഫ് അല്ലെ? അപ്പൊ എല്ലാരും സുന്ദരികളും സുന്ദരന്മാരാണ്. അതങ്ങനെ സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാത്തവർക്ക് എന്താണോ അത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലേ? അതെ, അടിപൊളി. താങ്ക് യു. അങ്ങനെ നമ്മളത് കണ്ടെത്താൻ പോവുകയാണ് അല്ലെ? എന്താണ് നമ്മള് സ്വന്തത്തെ സ്നേഹിക്കാൻ പറ്റാത്തത്? നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലെ? ഉം ഒരുപാട് മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മള് സ്വന്തത്തെ തന്നെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ ഇഷ്ടമില്ല, അതല്ലെങ്കിൽ നമ്മളെ പിന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ആ ഒരു രീതിയിൽ നമുക്ക് പോവാൻ ഇഷ്ടല്ലേ? ഇഷ്ടാണോ? അല്ല, നമ്മളെപ്പോഴും നമ്മളെ തന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറ്റാത്തവർക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ടാവും. നമുക്കത് എന്താന്ന് നോക്കാം അല്ലെ? അപ്പോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് പറയണേ.
കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെയാണ്. കമന്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ലവ് യുവർ സെൽഫ്. നമ്മളൊരു ലവ് ചിഹ്നം കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു കുളിര് വരും അല്ലെ? സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാരോടും എല്ലാ തരത്തിലുള്ള ഇഷ്ടത്തിനോടും നമുക്കൊരു ഒരു വല്ലാത്തൊരു ഒരു ഭയങ്കര ഒരു വൈബ്രേഷൻ വരും അല്ലെ? സ്നേഹം എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ സ്നേഹിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും അതേപോലെ ഏതൊരു തരത്തിലുള്ള സ്നേഹത്തിനും നമുക്ക് എന്താവാം, നല്ലൊരു വൈബ് വരും അല്ലെ? അപ്പോ നമ്മളെ ഈ ഒരു സ്നേഹം, സെൽഫ് ലവ്, നമ്മളെ സ്വന്തത്തെ തന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ? ഏറ്റവും മൂർധന്യത്തിലെത്തുള്ള ഒരു ആത്മീയമായ ഒരു സ്പിരിച്വാലിറ്റി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്കായിരിക്കും. എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴും നമ്മള് ഇരുതല മൂർച്ചയുള്ള വാള് പോലെ തിളങ്ങി നിൽക്കും അല്ലെ? ഇരുതല മൂർച്ചയുള്ള വാള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അബ്ബാര തിളക്കായിരിക്കില്ല അതിന്. ആ നമ്മൾ പെരുമാറുന്നവരോട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പെരുമാറുകയാണെങ്കിൽ അവര് നല്ല സന്തോഷത്തിലായിരിക്കും. നമ്മളൊരു മോശമായിട്ട് നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നവര് ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണെങ്കിലും നമ്മൾ ചിലപ്പോ നമ്മളെ ക്യാരക്ടർ മോശമാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജയിലിൽ വരെ എത്തും അല്ലെ? അപ്പോ നമ്മളൊരു ഏറ്റവും നമ്മൾ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മളെ എത്രമാത്രം വിലമതിക്കുന്നത്, നമ്മളെ അഭിമാനം നമ്മളെ എത്രമാത്രം നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മളൊരു സെൽഫ് ലവ് കൊണ്ട് മനസ്സിലാവും. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആരോഗ്യകരമായ ഒരു ആത്മാഭിമാനം എപ്പോഴും പ്രധാനമായിരിക്കും. ഒരിക്കലും നമ്മൾ പിന്നെ വേണ്ടാത്ത ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോവാൻ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തും അല്ലെ? നമ്മളെ മനസ്സ് നമ്മളോട് പറയും, എന്താ, നോ, ഡോണ്ട് ഡു, നീ ആ ഒരു വഴിയിലേക്ക് പോവരുത്, അതല്ലെങ്കിൽ നിനക്കത് പറ്റില്ല. നിന്റെ ആരോഗ്യം, സമ്പത്ത്, സമാധാനം എല്ലാം നിന്നില് നിക്ഷിപ്തമാണ്. എന്തിലാണ്? നീ നിന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മള് പിന്നെ നമുക്ക് സ്വയം തന്നെ നല്ലതായിട്ട് തോന്നും അല്ലെ? നമ്മളെ തന്നെ SP എന്നോ പറയും അല്ലെ? സ്വയം പൊക്കുക എന്നൊക്കെ പറയില്ലേ? സ്വയം പൊക്കുക, നീ SP ആവല്ലേ എന്ന് പറയും ചിലര് നമ്മളോട്. സ്വയം പൊങ്ങലേന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പൊക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവൂലേ? നിങ്ങള് ആരും ഇല്ലാത്ത സമയത്ത് ഡോറൊക്കെ അടിച്ച് കണ്ണാടിയിൽ നോക്കിയിട്ട് സുന്ദരിക്കുട്ടി, സുന്ദര എന്നൊക്കെ പറയാറുണ്ടോ? അതൊരു വല്ലാത്തൊരു ഒരു രസാണ്. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നമ്മളെ തന്നെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് മാനസികാരോഗ്യത്തിനും പെരുമാറ്റത്തിലും നല്ല സ്വാധീനം ചെലുത്തും. അത് ഹെൽത്ത് ആയിട്ടും വെൽത്ത് ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ നമുക്കത് വല്ലാത്തൊരു ഒരു അടിപൊളിയായിരിക്കും. അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല അല്ലെ? നമ്മളെ ഏറ്റവും സൂപ്പറായിട്ട് നമ്മള് ഫാമിലിയിലാണ് ഇത് ഉപകരിക്കുക. നമ്മളെ ഫാമിലി അല്ലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് അല്ലെ? നമ്മളെ ഫാമിലിയില് നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ബാക്കി എല്ലാവരും ഹാപ്പി ആയിരിക്കൂലേ അല്ലെ? പിന്നെ നമ്മള് സ്വാർത്ഥത, അതല്ലെങ്കിൽ അഹങ്കാരം, ആത്മസ്നേഹം എന്നിവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ? നമ്മളെ സ്വാർത്ഥത എന്ന് പറയുന്നത് എന്താ? അവൻ ഭയങ്കര സ്വാർത്ഥനാണെന്നൊക്കെ പറയും അല്ലെ? അല്ലെങ്കിൽ അവള് ഭയങ്കര സ്വാർത്ഥനാണ്. അല്ലെങ്കിൽ
ഭയങ്കര അഹങ്കാരാണ്. ഉം. നമ്മൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മള് ആത്മസ്നേഹം, നമ്മളെ സ്വന്തത്തെ തന്നെ സ്നേഹിക്കുമ്പോ നമ്മളെ നിഘണ്ടുവിലെ അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടാവില്ല. നെഗറ്റീവ്സ് വാക്കുകൾ ഉണ്ടാവില്ല നമ്മളെ നിഘണ്ടുവില്. അല്ലെ? നമ്മള് ഏറ്റവും സൂപ്പറായിട്ട് നമ്മൾ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ്സിന്റെ വേർഡ്സുകൾ വരെ പറയാനൊരു മടിയായിരിക്കും. ചിലര് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയ്യേ, അല്ലെങ്കിൽ ആ ഒരു നമുക്കതൊരു ഈർഷ്യ എന്നൊക്കെ പറയും അല്ലെ? അത് നമുക്ക് കഴിയില്ല. നമുക്കത് കേൾക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. നമ്മൾ അത് ഡിറ്റാച്ച് ചെയ്തിടും അല്ലെ? ഡിറ്റാച്ച് ചെയ്തിടും, നമ്മൾ തള്ളിക്കളയും. അതവിടെ കേട്ട് നമുക്ക് അവരെ നന്നാക്കാൻ പറ്റത്തില്ല അല്ലെ? നമ്മൾ എന്താ ചെയ്യാ? സ്വയം നന്നാവുകയാണ്. അപ്പൊ അവരെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളെന്താണ്? നമ്മൾ ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ചെയ്യാനുണ്ട്. ആ ചെയ്യുന്നതില് വെറൈറ്റി, ക്രിയേറ്റിവിറ്റി കണ്ടെത്തുക, അപ്ഡേറ്റ് ആവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മള് ലൈഫ് തന്നെ മാറും അല്ലെ? ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെ മറ്റുള്ളവർ കൂടി ചെയ്താൽ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മള് ഹാപ്പി ആയിട്ട് ഈ ഒരു ആത്മസ്നേഹം നമ്മില് എപ്പോഴും, അത് പല രീതിയിലാവാം. നമ്മള് സ്വയം സ്നേഹിക്കുന്നത് തന്നെ പല രീതിയിലാണ് അല്ലെ? നമുക്ക് ഏഹ് ഒരു കരുതൽ ഉണ്ടാവണം അല്ലെ? ഒരു കെയർ. നമ്മള് സ്നേഹം എന്നാല് ഒരു സ്വയം കരുതൽ തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു സ്വയം കരുതൽ വരുന്നുണ്ട് അല്ലെ? നമ്മളെ ആരോഗ്യവും നമ്മളെ സമ്പത്തും നമ്മുടെ സ്നേഹവും നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ളവരിലും അത് പകരും. നമ്മളത് അറിയാതെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തപ്പെടും. അവര് ചിലപ്പോ നെഗറ്റീവ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. അവരിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണും. നമ്മളെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അല്ലെ? ഭയങ്കര നെഗറ്റീവ് പറയുന്നവരും ചില സമയങ്ങളിൽ നമ്മളോട് നല്ലതായിട്ട് വരുന്നത് കാണാം. നിങ്ങളോട് ഒരാള് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് വീട്ടില്. ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറയാത്ത കുറ്റങ്ങളില്ല. ഓ, എന്തൊരു രക്ഷയില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷത്തില് നിങ്ങളൊന്ന് റൂമിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇറ്റ്സ് ഓക്കെ, വലത് കൈ കൊണ്ട് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, എന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയ അതൊക്കെ അലിഞ്ഞില്ലാതായിത്തീരും. എങ്ങനെയാ? അവര് പിന്നെ അത് സംസാരിക്കുന്നത് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അവര് ചിലപ്പം പുറത്തേക്കൊക്കെ പോവാം. നിങ്ങൾക്ക് സമാധാനമായിരിക്കും. അതൊരു നമ്മളുടെ പോസിറ്റീവ് എനർജി ബൂസ്റ്റ് ആവുകയാണ് അവിടെ. നമ്മളല്ലാതെ അവരെ നന്നാക്കാൻ പോയതോ അവരെ നമ്മൾ സ്റ്റോപ്പ് ആക്കാൻ പോയതോ അല്ല. നമ്മളത് ബൂസ്റ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അത് കാര്യങ്ങള് അടിപൊളിയായി. അത്രേ ഉള്ളൂ അല്ലെ? നമ്മള് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാലും നമ്മള് ബൂസ്റ്റ് ആക്കാൻ തന്നെയാ അല്ലെ? നമ്മൾ മറ്റുള്ളവരെ ബൂസ്റ്റ് ആക്കാൻ നിന്നാലോ അതല്ലെങ്കിൽ അവരെ തിരുത്താൻ നിന്നാലോ നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. നമ്മൾ സ്വയം പൂർണ്ണമായും സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ പഠിക്കണം. അത് സത്യത്തില് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. നമുക്ക് അത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാ. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നമ്മളില് അത് വന്നു ചേരും അല്ലെ? ഡിഫിക്കൽട്ടായിട്ട് നമ്മൾ എല്ലാ സമയത്തും ഇങ്ങനെ ഇനി എന്താണ് എന്താണ് എന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ലൈഫില്. നെഗറ്റീവ്സിൽ വരുന്ന സമയത്ത് അപ്പൊ തന്നെ ഡിറ്റാച്ച് ചെയ്യണം. നമ്മൾ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ഡു അതിലേക്ക് പോവണ്ട. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ?
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങുക എന്നൊക്കെ പറയും അല്ലെ. നമ്മളിലേക്ക് തന്നെ ഊഴ്ന്നിറങ്ങുക. നമ്മളെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വാലിറ്റി, അതേപോലെ നമ്മളുടെ സ്വന്തത്തെ സ്നേഹിക്കുന്ന ആ ഒരു പവർ, ആ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. പ്രാക്ടീസിലൂടെ നമ്മൾ തിരിച്ചറിയും, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന സമയത്ത് അല്ലെ. നിങ്ങളെ ഫേസ് തന്നെ മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ക്യാരക്ടർ തന്നെ മാറിയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ അതൊരു നഷ്ടമായിട്ട് കാണാൻ ഒരു തരത്തിലും, എവിടെ എങ്ങനെ നോക്കിയാലും നമുക്കൊരു നഷ്ടമാവില്ല അല്ലെ. പിന്നെ നമ്മൾ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്, 5 സ്റ്റെപ്സ് ഉണ്ട് നമ്മളെ സ്വയം സ്നേഹത്തിലേക്കുള്ള, സ്വയം സ്നേഹിക്കാനുള്ള സ്റ്റെപ്സുകൾ 5 ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു 5 സ്റ്റെപ്സുകൾ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മള് എന്താണ് ചെയ്യേണ്ടത്? ക്ഷമിക്കുക, ഫോർഗീവ് അല്ലെ. നമ്മള് ഒരുപാട് മുൻ കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. മനുഷ്യരല്ലേ, സ്വാഭാവികമാണ് അല്ലേ. നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവാം. നമ്മൾ സ്വയം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, മറ്റുള്ളവരോടും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. നമ്മള് സാധാരണ ഒരു മനുഷ്യരാണ്, നമുക്ക് അങ്ങനെയൊക്കെ വരാം. നമ്മളോടും ചിലർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം അല്ലേ. നമ്മള് അത് നിരുപാധികം ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ചിലരൊക്കെ പറയും, മേമേ അതെന്നെ ഓർമ്മിപ്പിക്കരുതേ, എനിക്കത് ഓർക്കാൻ പോലും വയ്യേ, എനിക്കൊരാ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ അടച്ച് തുരുതുരാ കണ്ണുനീരൊക്കെ വന്നിട്ട് വല്ലാത്തൊരു സീനായിരിക്കും അല്ലെ. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോ ചിലപ്പോ ഫാമിലിയെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ പറയും, ഓ അവളുടെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ, അല്ലെങ്കിൽ അവന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാം അല്ലെ. കമന്റ് ചെയ്യൂ. ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ലേ? അപ്പൊ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ മനസ്സിൽ നമ്മൾ അത് നന്നായിട്ട് ആത്മവിശ്വാസത്തോടെ, ഓക്കെ, ഞാൻ അവനെ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, അതല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, നിരുപാധികം വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റിയിട്ടുണ്ടോ നെഞ്ചിൽ കൈവച്ചിട്ട്? അങ്ങനെ പറയുകയാണെങ്കിൽ സക്സസ് ആയി. അത് ആർക്ക് വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്, സ്വന്തത്തിന് വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്, അല്ലെങ്കിൽ അവരെ നന്നാക്കാൻ പോവാനൊന്നല്ലല്ലോ. നമ്മൾ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്തിരിക്കണം, വേണ്ടേ? ഫോർഗീവ് ചെയ്താല് ഒരുപാട് ഫോർഗീവ് ചെയ്താൽ നമ്മളെ സമ്പത്തിന് തന്നെ മാറ്റം വരും, അറിയില്ലേ. ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ സമ്പത്ത് വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള മണി ബ്ലോക്കുകൾ പൊട്ടാന് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. നമുക്ക് ഒരാളോട് പണം കിട്ടാനുണ്ട്, അവര് നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്തു തരുന്നതായിട്ടും, അഥവാ നിങ്ങൾ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുന്നതായിട്ടും, അവര് നിങ്ങൾക്ക് ക്ഷമിച്ചു തന്നതായിട്ടും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതായിട്ടും, അവര് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും, അവരെ നിങ്ങൾ അംഗീകരിക്കുന്നതായിട്ടും, അവര് നിങ്ങൾ അംഗീകരിക്കുന്നതായിട്ടും ഒന്ന് വിഷ്വല് കൊടുത്ത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. പണം ചിലപ്പോ അക്കൗണ്ടിലെത്താം, അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ വരാം. ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ കിട്ടിയ ഒരുപാട് പേര് നമ്മൾ EFT കോഴ്സ് കഴിഞ്ഞവരുണ്ട് അല്ലേ. അല്ലാത്തവരോട് പെട്ടെന്ന് പറഞ്ഞാൽ ഇതെന്താണ് എന്ന് വിചാരിക്കും, ഒന്നും മനസ്സിലാവില്ല.
അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോ നമ്മള് എല്ലാ മുൻകാല തെറ്റുകളും മറക്കുക എന്ന് വെച്ചാൽ തീർത്തും നമ്മൾ അത് പിന്നെ ഓർമ്മിക്കുന്നതാണ്. ആ ഓർമ്മിക്കുന്നത് നമ്മൾ പിന്നെയും റിപ്പീറ്റ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർഗീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം. അത് നമ്മൾ ഓർക്കാതെ നമുക്ക് കിട്ടാതെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ഫോർഗീവ് ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റണം അല്ലെ, അതിലാണ് നമുക്ക് വിജയമുള്ളത്. പിന്നെ നമ്മള് സ്വയം നന്നാവണം. നമ്മൾ ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും അല്ലെ. നമുക്ക് അങ്ങനെ ഒരു ഒരു നല്ലൊരു സ്വഭാവം ഉണ്ട് അല്ലെ. ഇപ്പൊ പെന്നും നോട്ട്സും അല്ലെങ്കിൽ ഡയറി ഒന്നും കയ്യിലില്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ EFTയിൽ ആരും ഉണ്ടാവില്ല. ഇപ്പൊ മോർണിംഗ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾ ഒക്കെ എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആണ് അല്ലെ. നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ സ്വന്തത്തെ തന്നെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമ്മളെല്ലാ നല്ല നല്ല ക്യാരക്ടറുകൾ എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളും എഴുതി വെച്ചിട്ട് അത് നമ്മൾ നന്നാക്കി എടുക്കുന്നുണ്ട്. നെഗറ്റീവ് അല്ലെ പോസിറ്റീവ് ആക്കി എടുക്കുന്നുണ്ട് അല്ലെ. ഇല്ലേ, അങ്ങനെ ചെയ്യുന്നില്ലേ? അപ്പോ നമ്മളെ ജീവിതത്തില് നമ്മുടെ അധികാരം നമ്മൾ തിരിച്ചു പിടിക്കണം അല്ലെ. നമ്മളെ പവർ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ സെൽഫ് ലവിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഒരധികാരം ഉണ്ടല്ലോ, നമുക്കൊരു അവകാശം ഉണ്ടല്ലോ അല്ലെ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് ചെറുപ്പകാലങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, മൂടി വെച്ച ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ നമ്മൾ ഇത് ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചതുണ്ടാവാം, എഴുതാതെ മനസ്സിൽ സൂക്ഷിച്ചതുണ്ടാവാം. മനസ്സിൽ സൂക്ഷിച്ചത് ചിലപ്പോൾ മറന്നു പോവാം. അതിനാണ് നമ്മൾ നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു ഡയറി നമ്മളുടെ ഒരു ഉറ്റ സുഹൃത്തായി മാറണം അല്ലേ, വേണ്ടേ? അപ്പൊ പിന്നെയും നമ്മൾ ഡേറ്റ് ഒക്കെ ഇട്ട് അത് നോക്കുമ്പം, ഓ ഇതൊക്കെ ഞാൻ തന്നെയാണോ എഴുതിയത്, ഇതൊക്കെ ഞാൻ തന്നെയാണോ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ ഞാന് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളുടെ വാക്കുകള് നമ്മള് വല്ലാത്തൊരു ഈ വാക്കുകളൊക്കെ, ഈ കടുംകട്ടി വാക്കുകളൊക്കെ എനിക്ക് എങ്ങനെ വന്നു, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ വന്നതാണോ? നിങ്ങൾ എഴുതുമ്പം അറിയാതെ ഒരു ഫ്ലോലങ്ങ് പോവും നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളെ നന്മകൾ എഴുതുമ്പോൾ. അതേപോലെ നിങ്ങള് നെഗറ്റീവ്സ് എഴുതുമ്പോഴും നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം വരും. നിങ്ങളുടെ നെഗറ്റീവ്സ് എഴുതുമ്പം ഇതൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കണല്ലോ അല്ലെ, അങ്ങനെ തോന്നൂലേ? എല്ലാരും നെഗറ്റീവിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവില്ല അല്ലെ. ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ നമ്മള് ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യമുള്ളതിൽ നമ്മൾ പ്രവർത്തിക്കണം, വേണ്ടേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടാവും. നമ്മളെ ആഗ്രഹം ഒരിക്കലും തീരുന്നില്ല അല്ലെ. നമ്മളിപ്പം ഇത് മതി, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇത്രയും മതി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതൊക്കെ ഇത്രയും മതി, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറ്റണം അല്ലെ. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മിലേക്ക് വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ സിറ്റുവേഷൻസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് നോ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ അത് നോ പറയുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ലോ ഇല്ല എന്നർത്ഥം അല്ലെ. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും അത് ഇല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് അതിന് കഴിവില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ വെറുപ്പിക്കുകയാണ്. നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുകയാണ് അല്ലെ. ആ ആത്മാഭിമാനം മെച്ചപ്പെടുത്താനും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അത് അപ്ഡേറ്റ് ആക്കണം. ഒരു കാര്യവും നോ പറയാതിരിക്കാം, നല്ല നല്ല കാര്യങ്ങൾ. അതിന് വേറൊരു വശമുണ്ട്, നമുക്ക് നെഗറ്റീവ്സ് ആയിട്ട്
വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ നോ തന്നെ പറയാൻ പറ്റുന്നതും സെൽഫ് ലവ് തന്നെയാണ്. അല്ലെ? നമുക്ക് പറ്റണം, ഇല്ല, നോ, ഞാനത് ചെയ്യില്ല, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നമുക്ക് കോൺഫിഡന്റോട് കൂടി ഒരാളോട് പറയാൻ പറ്റണമെങ്കിലും നമുക്ക് എന്ത് വേണം? നമ്മൾ തന്നെ നന്നായി സ്നേഹിക്കണം. വേണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? അപ്പോ നമ്മളെ തന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ എന്താണോ പറയേണ്ടത്, പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയണം എന്ന് പറയും അല്ലെ? ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയണം അല്ലെ? കാണേണ്ടിടത്ത് കാണേണ്ടതുപോലെ കാണാൻ സാധിക്കണം. എല്ലാം അങ്ങനെയാണ്. അത് കറക്റ്റ് ആവുക എന്ന് വെച്ചാൽ വല്ലാത്തൊരു അഭിമാനല്ലേ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? നമുക്ക് പറ്റും അല്ലെ? നമ്മൾ എല്ലാ ദിവസവും 7 മണിക്ക് മോർണിംഗ് ക്ലാസ്സിലും നമ്മൾ മെഡിറ്റേഷനും അതേപോലെ LTC ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് എനർജി ഉള്ള ആളുകളാണ് അല്ലെ? അപ്പോൾ നമുക്ക് പറ്റും. നമ്മളെ ആ ഒരു എല്ലാ ആവശ്യങ്ങളും നമുക്ക് പ്രവർത്തിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും നമുക്ക് സാധിക്കും അല്ലേ? സർവേശ്വരൻ, സൃഷ്ടാവ്, ദൈവം നമ്മളെ അതിനെല്ലാം അനുഗ്രഹിക്കട്ടെ അല്ലെ? അപ്പോ പിന്നെ ഈ സ്വയം സ്നേഹിക്കാനും ഈ വ്യക്തിഗത നമ്മുടെ വളർച്ചയ്ക്ക് നടപടിയെടുക്കാനും നല്ല പ്രതിബദ്ധത പുലർത്തണം. വേണ്ടേ? നമ്മള് ഈ ഒരു സ്വന്തത്തെ സ്നേഹിക്കുമ്പോൾ ആക്ഷൻ, നമ്മള് ആ ഒരു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉടലെടുക്കുന്നത് എന്തിലൂടെയാ? നമ്മളെ പേഴ്സണൽ ഗ്രോത്തിലൂടെ. നമ്മളെ വളർച്ച എന്ന് പറയുന്നത് തന്നെ സെൽഫ് ലവ് കൊണ്ടാ അല്ലെ? നമ്മളെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തത്തെ സ്നേഹിക്കണം. വേണ്ടേ? എനിക്ക് പറ്റില്ലേ, എനിക്ക് ഇതൊന്നിനും ശരിയാവൂല, എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല, എവിടെ, എനിക്ക് എൻ്റെ എൻ്റെ സിറ്റുവേഷൻ ഒന്നും ശരിയില്ല, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിച്ചു. നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടുകൂടി നമ്മളുടെ ഹെൽത്ത് ഓക്കെ ആവുന്നില്ലേ? വെൽത്ത് ഓക്കെ ആവുന്നില്ലേ? നമുക്ക് ഹാപ്പി ഉണ്ടാവുന്നില്ലേ? മനസമാധാനം, സന്തുഷ്ടി ഉണ്ടാവുന്നില്ലേ? അല്ലെ? നല്ലൊരു ആത്മാഭിമാനം ഉണ്ടാവുന്നില്ലേ? ആത്മസംതൃപ്തി ഇല്ലേ? അപ്പോ നമുക്കത് എല്ലാം ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ അല്ലെ? നമ്മളെ തന്നെ വല്ലാതെ സ്നേഹിക്കും അല്ലെ? പിന്നെ ഈ സ്വന്തം ഇഷ്ടങ്ങളെ നമ്മള് നമ്മളെ തന്നെ മാനിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും നമ്മളെ മാനിക്കില്ല അല്ലെ? നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് വേണം, എന്നാലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ അല്ലെ? നമ്മള് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ പിന്നെ അനാദരിക്കുന്ന ആളുകളെ നിങ്ങൾ ആകർഷിക്കും. സ്വന്തം ഇഷ്ടങ്ങളെ നിങ്ങൾ മാനിച്ചില്ലെങ്കിൽ മറ്റാരും മാനിക്കില്ല. അപ്പോ ഇങ്ങനെ വെറോണിക്ക തുഗലേവ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആളുകളിൽ അട്രാക്ട് ചെയ്യിക്കുന്നത് നമ്മളെ സ്വന്തത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ്. നമ്മളെ ജനങ്ങൾ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുമ്പം അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പം അവര് നമ്മളെ സ്നേഹിക്കുന്നു, അട്രാക്ട് ചെയ്യുന്നു അല്ലെ? സിമ്പിളാണത്. പറ്റുന്നില്ലേ? പറ്റും. നമ്മളെ ഓരോ വ്യക്തിയും എന്താണ് എന്ന് നമ്മളെ ഉള്ളിലുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഡീപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ അതുല്യവും ശക്തവുമാണ്. ഓരോ ആൾക്കും അടിപൊളി പവർ ഉണ്ട്. ആ പവർ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു
ലക്ഷ്യം. ആ പവർ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ, അത് ആ ഒരു ഉള്ളിലുള്ള ആ ഉൾവിളി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ പവർ കിട്ടും. പവർഫുൾ ആവും നിങ്ങൾ. ഓരോ വ്യക്തിക്കും ഉണ്ട് പവർ. നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇല്ലാത്ത ഒരാളും ലോകത്തില്ല. ഒന്നില്ലെങ്കിൽ മറ്റൊരു കഴിവ് ഉണ്ടാവാം, അല്ലെ? എല്ലാ കഴിവുള്ള ഒരാള് ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അല്ലെ? അപ്പോ എന്തെങ്കിലും ഒരു കഴിവുള്ള ആരെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഒരിക്കലും നമ്മളെ എന്താവരുത്, വെറുക്കാനുള്ള ഇടവരുത്തരുത്. നമ്മൾ എപ്പോഴും നമ്മളെ തെളിഞ്ഞ വെള്ളം ആയി മാറണം, അല്ലെ? ഇപ്പൊ മഴക്കാലൊക്കെയാണ്. മഴക്കാലത്ത് നമ്മളെ വെള്ളങ്ങളൊക്കെ കുറച്ചൊന്ന് ഇതായിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതില് നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താലോ നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് മാറും. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലിയർ വാട്ടർ അല്ലേ നമുക്ക് ഇഷ്ടം. അല്ലാത്ത വെള്ളമൊക്കെ നമുക്ക് കുടിക്കാനൊരു ഇഷ്ടക്കേട് ഉണ്ടാവും, അല്ലേ? അപ്പോ നമ്മൾ ക്ലിയർ വാട്ടർ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിലുള്ള ബാഡ് വാട്ടർ കറക്റ്റ് ക്ലിയർ ആയിട്ട് മാറും, അല്ലെ? അപ്പോ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ, മിറർ പ്രാക്ടീസ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ പറഞ്ഞു, കണ്ണാടിനെ നോക്കിയിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് നല്ല തടിയുള്ള ഒരാളാണ്, അല്ലെ? നമ്മളെ ശരീരം വയറൊക്കെ ഇങ്ങനെ വീർത്ത് അങ്ങനെയുള്ളൊരു ആളാണെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ സ്ലിം ബ്യൂട്ടിയാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. കുറച്ചു ദിവസം അടിപൊളിയായിട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന അഫർമേഷൻ ആണത്. പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ശരീരത്തിലും മനസ്സിനും സമ്പത്തിലും ഒക്കെ മാറ്റം ഉണ്ടാവും, അല്ലെ? നമ്മള് അഫർമേഷൻ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മള് സ്ലിം ബ്യൂട്ടിയാണ്, അതല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയാണ്, ആരോഗ്യവാനാണ്, നല്ല സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, പണം വന്നുകൊണ്ടിരിക്കുകയാണ്, പണം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അഫർമേഷൻസുകൾ മനസ്സിൽ നിങ്ങൾക്ക് വരും, അല്ലെ? അതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനൊക്കെ എഴുതിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിൽ വന്നു ചേരും, അല്ലെ? അങ്ങനെ ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്ന റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ നിങ്ങൾക്ക് വന്ന മിറാക്കിൾസ്, അല്ലെ? ആ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാനുണ്ടാവും, അല്ലെ? നമ്മളെ ആരോഗ്യകരമായ ഒരു അഭിമാനം, ആത്മാഭിമാനം വളരെ പ്രധാനപ്പെട്ടതാ, അല്ലെ? നമ്മളെ തന്നെ ഇങ്ങനെ അഭിമാനിക്കുമ്പോഴാണ് മറ്റുള്ളവരെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മളെ മക്കള് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, മക്കള് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾ എപ്പോഴും ഫോണ് തന്നെയാ, ഇതെന്താ ഇങ്ങനെ, എന്റെ മോൻ എന്താ ഇങ്ങനെ, എന്റെ മോളെന്താ ഇങ്ങനെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് നമ്മളെ തന്നെ സ്വയം ഒന്ന് വിഷ്വല് കൊടുത്തു നോക്കിയേ. എന്റെ മക്കള് അല്ലെങ്കിൽ എന്റെ മകള്, എന്റെ മകൻ നന്നായി അനുസരണയുള്ളവനാണ്, അതല്ലെങ്കിൽ വിദ്യാസമ്പന്നനാണ്, തിരിച്ചറിവുള്ളവനാണ്, സുരക്ഷിതത്വമുള്ളവനാണ്. അങ്ങനെയുള്ള മക്കളെ പറ്റി നല്ല വിഷ്വൽ കൊടുത്തു നോക്കിയേ. അല്ലാതെ നമ്മൾ എപ്പോഴും, ഇന്നലെ ഒരു പാരന്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മോള് തീരെ ഭക്ഷണം കഴിക്കില്ല,
ഒരു ഭക്ഷണവും കഴിക്കില്ല. ഇന്നലെ 3 മണി വരെ ഞാൻ പുറത്ത് പോയ സമയത്ത് 3 മണി വരെ ഒരു ഫുഡ് പോലും കഴിക്കാതിരുന്നു. എന്തുകൊണ്ടാ? ഞാനില്ലാത്തത് കൊണ്ട്. അമ്മ ഇല്ലാത്തത് കൊണ്ട് മോള് 3 മണി വരെ, ചെറിയ മോള് 4 വയസ്സുള്ള മോള് ഫുഡ് കഴിക്കാതിരുന്നു. അങ്ങനെ പറഞ്ഞാല് വിഷമാവില്ലേ? അതെന്താ? നം അപ് ആ ഒരു പേരന്റിനെ സംബന്ധിച്ച് എപ്പഴും അവര് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ, എന്റെ മോള് ഒന്നും കഴിക്കില്ല. അത് നമ്മളൊരു പിന്നെ ഒരു മോടിക്ക് വേണ്ടി പറയും ല്ലേ? ചിലര് അങ്ങനെ പറയുന്ന കേക്കാം. എന്റെ മോള് എത്ര എന്ത് കിട്ടിയാലും എന്ത് കണ്ടാലും പെട്ടെന്ന് വാരി വലിച്ച് കഴിക്കൊന്നുല്ല ട്ടോ. മോൾക്കൊന്നും വേണ്ട, മോളൊന്നും കഴിക്കില്ല. അല്ലെങ്കിൽ മോനൊന്നും കഴിക്കില്ല എന്ന് പറയും. അത് അവരൊരു ഫാഷന് വേണ്ടിയിട്ട് പറയുന്നതാ. പക്ഷേ ചിലര് അങ്ങനെ പറയും. എന്താന്ന് വെച്ചാ മോള് മോശമായി പോവണ്ട, മോന് മോശമായി പോവണ്ട എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ അതൊരു ബാഡ് അഫർമേഷൻ അല്ലേ? നമ്മൾ കൊടുക്കുന്ന ആ ഒരു അഫർമേഷൻ, എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, എന്റെ കുട്ടിക്ക് ഹെൽത്ത് ഇല്ല, അവൻ നന്നായിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഒരു സ്റ്റൈലായിട്ട് പറയുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മളുടെ മക്കൾക്കുള്ള അഫർമേഷൻ നമ്മൾ നെഗറ്റീവ്സ് ആയിട്ട് കൊടുക്കുകയല്ലേ അത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവരെപ്പോഴും പറയുന്നത് എന്താ? എന്റെ കുട്ടി ഒന്നും കഴിക്കില്ല. എത്ര കൊടുത്താലും കഴിക്കില്ല. അത് ഞാൻ നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കണം, ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കുട്ടി ഒന്നും കഴിക്കുന്നില്ല. ഈ കുട്ടിയും ഇത് കേൾക്കുന്നുണ്ട്. ഈ മോള് അല്ലെങ്കിൽ മോന് അത് കേട്ടോണ്ടിരിക്കുക. അതിനും പോകുന്ന അഫർമേഷൻ എന്താ? ഞാനൊന്നും കഴിക്കുന്നില്ലല്ലോ, എനിക്കൊന്നും വേണ്ട, അതങ്ങനെ തന്നെ മതി. ആ ഒരു ഇതിലെത്തും അല്ലെ? നമ്മൾ നമ്മളെ മക്കളെ കൊണ്ട് സൂപ്പറായിട്ട് പവറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവര് അതുപോലെ ആയിത്തീരും അല്ലെ? ഒരുപാട് നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ട്. ഓരോ കാര്യത്തിനും അഡിക്റ്റഡ് ആയ, ഫോണിന് അഡിക്റ്റ് ആയ, അതല്ലെങ്കിൽ മറ്റ് ജങ്ക് ഫുഡിനൊക്കെ അഡിക്റ്റ് ആയ മക്കളെ പറ്റിയിട്ട് അല്ലെ? പുറത്തുനിന്നുള്ള ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഇപ്പൊ ഇഷ്ടം അല്ലെ? അങ്ങനത്തെ ബർഗർ അതേപോലെ തന്നെ. അപ്പൊ ഇപ്പം കൂടുതലും നമ്മള് പൂർണ്ണ ആരോഗ്യമുള്ളവരാണ് നമ്മളെ മക്കൾ എന്നുള്ള അഫർമേഷൻ കൊടുത്തോണ്ടിരിക്കണേ. ഈ ഒരു സമയത്ത് ഒരുപാട് കേൾക്കുന്നുള്ളതാ അല്ലെ? മക്കളെ പറ്റി ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ വന്നു ചേരുകയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ അത് പോസിറ്റീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ അങ്ങനെ അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള അഫർമേഷൻ മാറ്റിയാൽ മതി, അവരൊക്കെ ആയി പോരും. ആ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും മക്കൾക്ക് ഇപ്പൊ ഇഷ്ടാവുന്നില്ല അല്ലെ? അവര് കൂടുതൽ വാശിക്കും ദേഷ്യത്തിനൊക്കെ അടിമയായി തീരുകയാണ്. അപ്പൊ നമ്മൾ നല്ല അഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മള് ബൂസ്റ്റ് ചെയ്ത് നമ്മൾ നല്ല അഫർമേഷൻ കൊടുത്ത് നമ്മള് ആ ഒരു രീതിയിൽ ജീവിച്ചാ മതി. ആ ഒരു വൈബില്, ആ ഒരു വിഷ്വല് അല്ലെ? വിഷ്വൽ പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ എന്താണോ ആയി തീരേണ്ടത്, അതല്ലാതെ നമ്മളെ മക്കൾ എന്താണോ ആയി തീരേണ്ടത് അത് നമ്മൾ ഇങ്ങനെ വിഷ്വൽ കൊടുത്തോണ്ടിരിക്കുക. ഒരു സിനിമ കാണുന്ന പോലെ നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക എപ്പോഴും അല്ലെ? പണ്ടുള്ളവരൊക്കെ പറയും, ആ നിങ്ങക്ക് ഹജ്ജിന് പോകാൻ താല്പര്യം ഉണ്ടോ, നിന്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടെങ്കിൽ നീ അവിടെ എത്തിയിരിക്കും അല്ലെ? ചിലര് അങ്ങനെ പറഞ്ഞു തരാറുണ്ട്. അത് നിങ്ങക്ക് എന്താണോ കുട്ടികളോട് നമ്മൾ പറയും, ഡോക്ടർ ആവാനാണോ ഇഷ്ടം? ആ ഡോക്ടർ നമ്മൾ വേഷമൊക്കെ കെട്ടിച്ച് പിന്നെ അതേപോലെയൊക്കെ കളിക്കുന്ന മക്കളെ കാണാം അല്ലെ? അത് ചിലപ്പോ അതേപോലെ ആയിത്തീരും സിറ്റുവേഷൻസ് ഒരുങ്ങിയാല്. അവരുടെ ലക്ഷ്യത്തിലേക്ക് അതേ ലക്ഷ്യം സാക്ഷാത്കരിക്കും. അപ്പോ അതൊരു നല്ലൊരു അഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് അതൊരു ചെറുപ്പത്തിൽ തന്നെ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ട്, നെഗറ്റീവ്സ് കണ്ടുകൊണ്ട് വളരുന്ന മക്കള്, അതല്ലെങ്കിൽ വലിയവരായിക്കോട്ടെ, നെഗറ്റീവ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് പോസിറ്റീവ് നല്ല കൂട്ടുകെട്ടിലേക്കും പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്കും മാറ്റാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെ?
അത് ഏറ്റവും ഉചിതായിരിക്കും. നമ്മളല്ലാതെ വേറെ അത് അങ്ങനല്ല ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് കേൾക്കും, ഓക്കെ. പക്ഷെ നമ്മളത് കാണിച്ചു കൊടുക്കുക, നമ്മളും കൂടി അത് കാണിച്ചു കൊടുക്കുക പോസിറ്റീവായിട്ട്, അവരും അത് ഓക്കെ ആയിട്ട് മാറും. നമ്മളെ പെരുമാറ്റവും നമ്മളെ മാനസികാരോഗ്യവും ഒക്കെ സ്വാധീനം ചെലുത്തുന്നത് ഒരുപാട് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതാ. നമ്മളെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, കാണുക, ചെയ്യുക. അത് നമ്മളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെതായ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒരുങ്ങുന്നത്, അല്ലേ? എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു അഫർമേഷൻ, നിങ്ങളോട് എപ്പോഴും പറയാനുള്ള ഒരു അഫർമേഷനാണ്, അല്ലെ? ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അഫർമേഷൻസിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഉള്ളിൽ നല്ല നല്ല കാര്യങ്ങളാണ് ഉണ്ടാവുക, ചീത്ത കാര്യങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നു, നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു അഫർമേഷൻ കൊടുക്കുമ്പോൾ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അഫർമേഷൻ തന്നെ വരുമ്പോ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല, അല്ലെ? അപ്പോ ആ ഒരു നല്ല മെന്റാലിറ്റിയോട് കൂടി നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതം ഹാപ്പിയായി. നമ്മുടെ സ്വന്തത്തെ തന്നെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നമ്മളുടെ ആത്മാഭിമാനം മെച്ചപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും. ഓരോ കാര്യങ്ങളും അത് നമ്മളുടെ ഒരു എന്താ പറയാ, അഹന്ത, നമ്മളെ ഒരു ഓവർ ഇതൊന്നും അല്ല, കോൺഫിഡന്റ് ഒന്നും അല്ല. അതെന്താ, എന്താ പറയാ, അതിമോഹം എന്നൊക്കെ പറയില്ലേ, അതിമോഹം എന്നല്ല, അല്ലെ? നമുക്ക് എത്ര, യൂസുഫ് അലി സാറിന് എത്ര പണമുണ്ട്, എത്ര വലിയ ബിസിനസ്മാനാ, പക്ഷെ ആള് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ഇനിയും ആളുകളെ സഹായിക്കാനും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനും അങ്ങനെയുള്ള നല്ല നല്ല ചിന്തകളും ആണ് ആളുടെ മനസ്സിൽ. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിലും അങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ ഒരുപാടുണ്ടാവും. ചെറിയതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് മാറുക. ആദ്യം വലിയ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, ചെറുതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഓരോ കാര്യങ്ങളും പടിപടിയായിട്ട് മുന്നോട്ടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോ എപ്പോഴും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല അറിവുകൾ നേടുക, എന്നും വായിക്കുക, നമ്മൾ എന്നും എഴുതുക. ഒരുപാട് നല്ല നല്ല, നമുക്ക് ഇപ്പൊ യൂട്യൂബില് ന്യൂസുകള് അതൊക്കെ നമ്മൾക്ക് നെഗറ്റീവ്സുകൾ കാണൂല്ലേ, അത് നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുക. ആ നെഗറ്റീവ്സ് കാണുന്നത്, ഞാൻ എന്തൊക്കെയാന്ന് പറയുന്നില്ല, സീരിയല്, മറ്റു സാധനങ്ങൾ ഒരുപാടുണ്ട്, നമ്മളെ കരയിപ്പിക്കുന്നതും നമ്മൾ നെഗറ്റീവ്സ് ആയിട്ട് ചിന്തിപ്പിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഉണ്ട്, അല്ലെ? ഫോണ് ഓപ്പൺ ചെയ്താ വരുന്നത്, യൂട്യൂബിൽ വരുന്നത് വേറെ എന്തൊക്കെയോ ആയിരിക്കും, അതല്ലെങ്കിൽ TV തുറന്നാൽ ന്യൂസിൽ കാണുന്നത് മറ്റെന്തൊക്കെയോ ആയിരിക്കാം. ഇറ്റ്സ് ഓക്കെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് പോസിറ്റീവ് എന്താണോ അത് ചിന്തിക്കുക, അത് കാണുക, അതിനെന്താണ് ചെയ്യേണ്ടത്, അത് നമ്മളെ മക്കളിലും അതേപോലെ പകർത്തുക. അവര് നെഗറ്റീവ്സ് കാണുന്നത്, അതല്ലെങ്കിൽ നമ്മൾ വല്ലാത്തൊരു ഗെയിമിലേക്കൊക്കെ അഡിക്റ്റ് ആവുന്നതൊക്കെ നമ്മൾ മെല്ലെ അവരുടെ പറഞ്ഞുപദേശിക്കാന്നല്ലാതെ അവരെ മെല്ലെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. മറ്റ് കളികളിലേക്കും നമ്മൾ അവരെ കൂടെ കൂടിയിട്ടും ഒക്കെ ആയിട്ട് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അവരറിയാതെ തന്നെ അവരെ ഉള്ളിൽ നല്ല വിത്തുകൾ ഇട്ട് കൊടുക്കുക, നല്ലത് മാത്രം ചിന്തിപ്പിക്കാനുള്ള സിറ്റുവേഷൻസ് ഒരുക്കി കൊടുക്കുക, നമ്മളിലും അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോ ഭയങ്കര ഹാപ്പിയായി, അല്ലെ? ആ ഒരു
ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെ? വീടുകളില് ഒറ്റയ്ക്ക് ഓരോ മൂലയിൽ പോയിരുന്ന് ഫോണ് കുത്തി കുത്തി കളിക്കുന്ന ഒരു ലൈഫാണോ നിങ്ങളുടേത്? നമ്മള് അന്യോന്യം സംസാരിക്കാതെ, മുഖാമുഖം ഇരിക്കാതെ, ഫുഡ് കഴിക്കുമ്പോൾ വേണ്ടവർക്ക് വേണ്ട സമയത്ത് പോയി കഴിക്കുന്നു, പിന്നെ കുറച്ച് ഫോണിൽ കളിക്കുന്നു, പുറത്തു പോകുന്നു. മക്കളെ നേരിൽ പോലും കാണാൻ പറ്റാതെ, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന വീടുകളാണോ നിങ്ങളത്? ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റും. ഫുഡ് കഴിക്കുന്ന തീന്മേശയിൽ ഇരുന്നു കൊണ്ട് മുഖാമുഖം നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, സ്റ്റാർട്ടിങ്. അതേപോലെ നല്ലത് സംസാരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, ഉപദേശിക്കാതിരിക്കുക. നമ്മൾ ആ ഒരു നല്ല നല്ല വിത്തുകൾ എറിഞ്ഞു കൊടുത്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. അവരിൽ അത് നല്ല നല്ല ഒരു അടിപൊളി മരമായിട്ട് പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്ന അതിമനോഹരമായ വൃക്ഷങ്ങളായിട്ട് തളിർത്ത് അടിപൊളിയായിട്ട് വരും. ആ ഒരു സംഭവം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നാൽ, അതല്ലെങ്കിൽ ഇവൻ എന്താ ഇങ്ങനെ, അവൾ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാതെ, അവരിലുമുണ്ട് നന്മ, അവരിലുമുണ്ട് ഈ ഒരു പോസിറ്റീവ് എനർജി, അവരിലുമുണ്ട് നല്ല ക്രിയേറ്റിവിറ്റി, അപ്ഡേറ്റ് ആവാനുള്ള മനസ്സ്, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ചിന്തിച്ച് അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ലൈഫ് എൻജോയ് ആയി. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ഓഫീസിലായിക്കോട്ടെ, നമ്മളെ വീട്ടിലായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, നമ്മളെ അയൽവാസികളില്, നമ്മൾ മറ്റ് ആളുകളിലൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുക, പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും നന്നായിട്ട് നിൽക്കുക. അപ്പൊ അവർക്ക് തന്നെ ആദ്യം കണ്ട ഇവനല്ലല്ലോ അവൻ, ഇവളല്ലല്ലോ അവൾ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് തോന്നുമെങ്കിലും എന്തൊക്കെയോ ഒരു മാറ്റം നിങ്ങളിൽ കാണും അവര്. പിന്നെ അവരെപ്പോഴും നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കും. എന്തൊക്കെയോ ഒരു സംഭവം ഇവരിലുണ്ട്. ചിലരൊക്കെ പറയുന്നേക്കാം, നിങ്ങളുടെ സംസാരം കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു എനർജി ആട്ടോ, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ചിരി കാണുമ്പോൾ വല്ലാത്തൊരു എനർജി ആട്ടോ, അങ്ങനെ അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്, അല്ലെ? അതെന്താ? നമ്മൾ സെൽഫ് ലവ് കൊടുത്ത് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നതാ, അല്ലെ? എപ്പോഴും നമ്മള് മെഡിറ്റേഷനോടായിക്കോട്ടെ, നല്ല നല്ല ക്ലാസ്സുകള്, നല്ല നല്ല ചിന്തകളിലൂടെയൊക്കെ നമ്മളെ തന്നെ മാറ്റിയെടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ? അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഉള്ളില് പതിഞ്ഞിരിക്കട്ടെ. നല്ല ഹാപ്പി ആയിട്ട് സുന്ദരമായ ഈ ലോകത്ത്, മനോഹരമായ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ, എല്ലാവരിലും സ്നേഹം പകർന്നുകൊണ്ട്, സ്വന്തത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സർവേശ്വരൻ, നമ്മളുടെ ദൈവം, സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ? ഓക്കെ, നമ്മൾ 30-ാം തീയതി അല്ലെ, 30-ാം തീയതിയാണ് നമുക്ക് മൈൻഡ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അത് അതിന്റെ ഒരു സ്ക്രീൻ ഷെയർ റഷീദ മാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? താങ്ക് യു വെരി മച്ച്. എന്ത് കിട്ടി? 30-ാം തീയതിയുള്ള ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? മൈൻഡ് മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ കോഴ്സ് ചെയ്തവരുണ്ട്, ഇപ്പൊ മോർണിംഗ് ക്ലാസ്സിൽ വന്നവർ ചെയ്യാത്തവരുണ്ട്. അവരെന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ ഒരു എനർജി, ഇപ്പൊ കിട്ടിയ ഒരു ഫീൽ എന്താണ്? ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കൂ. ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സുധാ മാം,
സുധാ മാം സംസാരിച്ചോളൂ. ഹലോ, ഹായ്, ഹായ്. ഞാൻ പറയൂ. ഇന്നാണ് ചെയ്തത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ക്ലാസിന്റെ ലിങ്ക് ഇട്ട് തന്നത്. ആ ഇന്ന് രാവിലെ കയറാൻ പറഞ്ഞു. അപ്പൊ ഒന്ന് കയറി. മാഡത്തിന്റെ ക്ലാസ് നന്നായിട്ടുണ്ട്, അടിപൊളി, സൂപ്പറാണ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. രാവിലെ ഓക്കെ. തിരക്കാണ്. ഓ കുഴപ്പമില്ല. താങ്ക് യു വെരി മച്ച്. പ്രാർത്ഥിക്കൂ എനിക്ക് വേണ്ടി. തീർച്ചയായും, ഷുവർ. ഓക്കെ. സുധാ മാം, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം, താങ്ക് യു. അപ്പോ ഇനി നമുക്ക് അനീഷ മാം സംസാരിക്കും അല്ലെ? അനീഷ മാം. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. താങ്ക് യു ഓൾമേറ്റി. ഒരുപാട് സന്തോഷം. ഇന്ന് എനിക്ക് മാമിനെ ഒന്ന് കാണാൻ സാധിച്ചു. എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരുപാട് നന്ദി. സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം, അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒരുപാട് എന്റെ ഹെഡ് ഫെൽറ്റ് എന്താ ഞാൻ പറയേണ്ടത്, അത്രത്തോളം കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട് കേട്ടോ. അത്രത്തോളം സൂപ്പർ ആയിരുന്നു. രാവിലത്തെ ആ സൂപ്പർ മെഡിറ്റേഷന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇത്. ഇന്ന് ഫുൾ അടിപൊളിയായിരിക്കും. ഇവിടെ അടിപൊളി മഴയാണ് മാം. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല, കുട്ടിക്കാലത്തേക്ക് പോയൊരു അവസ്ഥയാണ്. കുട്ടിക്കാലത്ത് സ്കൂളിൽ നനഞ്ഞു പോകുന്നതും യൂണിഫോം ഒക്കെ നനഞ്ഞു കൊടയൊക്കെ പിടിച്ചിട്ട് പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ഈ മഴ. മറ്റേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മഴയൊക്കെ കാണുമ്പോഴത്തേനും എന്ത് മഴയാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മഴയെ കുറ്റം പറയുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. 7 ദിവസം കൊണ്ട് ഇവിടെ മഴയാണ്, പക്ഷെ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഇപ്പൊ. സത്യം പറഞ്ഞാൽ EFTക്ക് ശേഷം എന്റെ ലൈഫിൽ സംഭവിച്ച ഓരോ മാറ്റങ്ങള്, കാരണം ഈ സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ എന്റെ സെൽഫിനെ കുറ്റപ്പെടുത്തിയ ഒരാളാണ്. എപ്പോഴും എന്നെ തന്നെ കുറ്റപ്പെടുത്തി, എന്നെ എന്താ അങ്ങനെ മറ്റുള്ളവരെ നോക്കിയിട്ട് എന്താ എന്നെ ഇങ്ങനെ അവരെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ. പക്ഷെ ഇപ്പൊ എന്റെ സെൽഫിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്റെ സെൽഫിനെയാണ്. അതുപോലെ സ്നേഹിക്കാൻ വേറെ ആർക്കാ കഴിയുക അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് മാത്രമല്ലേ കഴിയൂ, വേറെ ആർക്ക് കഴിയും? അതാണ് സെൽഫ് ലവിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും എനിക്ക് EFTയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്, ഷുവറാണ്. കാരണം ഞാൻ എത്രത്തോളം എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്നെ കുറ്റപ്പെടുത്തി. പക്ഷെ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സെൽഫ് ലവ് എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞത്. മിറർ പ്രാക്ടീസ് ഒക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ ചെയ്യും. അതൊക്കെ ഇപ്പം ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ്, കൂടിക്കൂടി വരികയാണ്. നമ്മുടെ സെൽഫിനോടുള്ള സ്നേഹം കൂടി വരുന്നതിലൂടെ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ്. പ്രിയപ്പെട്ട ഗുരുനാഥന്, അതുപോലെ ഓൾ PCS എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും. കാരണം നിങ്ങളുടെ ഓരോ ക്ലാസ്സുകളും എത്രത്തോളം വാല്യുബിൾ ആണ്, എത്രത്തോളം സൂപ്പർ ക്ലാസ് ആണ്. ഇതുപോലെ ആർക്ക് കൊടുക്കാൻ, ഇതുപോലെ ഏത് കോഴ്സിന് കൊടുക്കാൻ സാധിക്കും? എല്ലാവരും വന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും സൃഷ്ടാവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഓൾ. താങ്ക് യു അനീഷ മാം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. മനസ്സ് നിറയുന്നല്ലേ? നമ്മള് ഹൃദയം കൊണ്ട് പറയുന്ന ഈ വാക്കുകളാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഒരു അഫർമേഷൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോ ആ അഫർമേഷൻ ഞാൻ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെ മെഡിറ്റേഷൻ 5 മണിക്ക് എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ നടന്നു, പിന്നെ എല്ലാം ചെയ്തു. പക്ഷെ എനിക്ക് ഇന്നലെ തൊട്ട് നല്ല ഹാപ്പിയാണ് മാം. ഇന്നലെ വരെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലൊരു വല്ലാത്തൊരു ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ എൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞു തന്നപ്പോ അത് ഞാൻ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് മാഡം. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം പോയി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. മാഡത്തിന്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. താങ്ക് യു. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ അല്ലെ? നമ്മൾ അതിനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അല്ലെ? അതിനു വേണ്ടിയാണ്. അതെന്തോ ഇന്നലെ ഞങ്ങള് കുറെ നാളായിട്ട് ഒരു കോളിലൂടെ പരിചയപ്പെട്ടതാണ്. പരിചയപ്പെട്ട് അങ്ങനെ വിട്ടു. പക്ഷെ ഞാൻ ഇന്നലെ ഇരുന്നപ്പോ എനിക്ക് ആ മൊബൈലിൽ ഞാൻ വാട്സപ്പ് നോക്കിയപ്പോൾ ശരി ഞാനൊരു ഹായ് അയക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു ഹായ് അയച്ചാണ്. അങ്ങനെ റിപ്ലൈ വന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ശരി ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ അഫർമേഷൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതിലൂടെയാണ് ഇപ്പൊ മാഡത്തിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയത്.
അതെനിക്ക് Thank you. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ മാഡത്തിനോടും എൻ്റെ ഫ്രണ്ടിനോടും ഞാൻ കടമപ്പെട്ടിരിക്കുന്നു. താങ്ക് യു Thank you, സുധാ മാം. അടിപൊളി. സൂപ്പർ. താങ്ക് യു. ഇനി അമീറ മാം. പറഞ്ഞോളൂ. അമീറ മാം കിച്ചണിലാണോ? അതെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു. വീഡിയോയിലില്ലേ? ഉണ്ടല്ലോ. ആണോ? ഞാൻ കാണാഞ്ഞിട്ടാണോ? ഓക്കെ, പറഞ്ഞോളൂ. അമീറ മാം കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. നമ്മള് കുറെയൊക്കെ കേട്ടത് തന്നെയാണ്. അത് കേൾക്കും തോറും കൂടുതൽ പ്രാക്ടീസ് കൂടുതൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ മെഡിറ്റേഷനും നല്ലതായിരുന്നു. ആ മെഡിറ്റേഷൻ തന്നെ മതി. ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ മെഡിറ്റേഷൻ മതി. പിന്നെ മിറർ പ്രാക്ടീസ് ഒക്കെ നല്ല പ്രാക്ടീസ് ആണ്. അത് ചെയ്തുകൊണ്ടാണ് നമുക്കുള്ള ഒരു പുരോഗമനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അഫർമേഷനും കൂടുതൽ കൊടുക്കുക. അഫർമേഷനും നമ്മുടെ പ്രാക്ടീസും കൂടെ ആവുമ്പോൾ നമുക്ക് നല്ല എല്ലാ തരത്തിലും നല്ല മെച്ചങ്ങൾ നമുക്കുണ്ട്. ആരോഗ്യപരമായി നല്ല മെച്ചം എനിക്കുണ്ട്. നന്നായിട്ട് നല്ല ഉന്മേഷവും മഴയൊക്കെ ഉണ്ടെങ്കിലും കൂടി തണുപ്പേ ഇല്ല. കുളിക്കാനൊക്കെ എന്ത് സുഖാണെന്നറിയോ. മറ്റേന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കി തന്നെ മഴ കണ്ടാൽ മതി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നല്ല സുഖമായിരുന്നു. നല്ല ആരോഗ്യം, നല്ല ഉന്മേഷം. ആരോഗ്യം തന്നെ കിട്ടിയാൽ മതി നമുക്ക്. ആരോഗ്യമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ആരോഗ്യം ഇല്ലാണ്ട് പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നേന്നുള്ള തോന്നല് നമുക്ക് വരിക. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവിക്കണം എന്ന് തന്നെയുള്ള ആഗ്രഹം ഉണ്ടായില്ല. എങ്ങനെയും മരിച്ചാ മതി എന്നുള്ള ആഗ്രഹം വരെ എത്തിയവരാണ് നമ്മളല്ലേ. ഒരുവിധ ആൾക്കാർ അങ്ങനെ തന്നെ. ഇതിലേക്ക് വന്നതിന് ശേഷം നല്ല മെച്ചുണ്ടായിട്ടുണ്ട്. അപ്പൊ റഫീഖ് സാറിനും ഈ കുടുംബത്തിനും ഇതിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു അമീറ മാം. വാട്ട് കൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? നിങ്ങളുടെയൊക്കെ വാക്കുകൾ ഹൃദയം തൊട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഓക്കെ, ജമീല മാം. അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിലൂടെയാണ് തുടക്കം. അതുകൊണ്ട് ഞാൻ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം മാമിനോട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. വളരെ സൂപ്പർ ആയിരുന്നു ക്ലാസ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ് ഞാന്. അപ്പൊ ഒരുപാട് പഠിക്കാനുണ്ട്. പഠിക്കാൻ കഴിഞ്ഞു ഈ ക്ലാസ്സിലൂടെ. ഞാൻ ഇന്ന് മാം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചെറിയ മോളെ എപ്പോഴും ഞാൻ പറയാറാണ്, അവൾ ഭക്ഷണം കഴിക്കലില്ല. ഇപ്പൊ അവൾ കഴിക്കാത്തതിന്റെ വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് ഉള്ളില് വിഷമം കൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് ബാഡ് അഫർമേഷൻ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ അപ്പം ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അത് അവർ അതെ. ചെയ്യുന്നതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ബേഡ് അഫർമേഷൻ. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാം. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ്. കൺഗ്രാറ്റുലേഷൻസ് ജമീല മാം. നന്നായിട്ട് മുന്നോട്ട് താങ്ക് യു പോവട്ടെ. മാം. താങ്ക് യു. സൗമ്യ മാം വീഡിയോയിൽ വരൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് EFT വന്നത്. എന്റെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ പൂർണ്ണമായിട്ട് മാറിയെന്ന് എന്താ പറയാ. 8 മാസത്തോളമായി മരുന്ന് നിർത്തിയിട്ട്. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് എന്റെ മക്കളെ പറ്റിയാണ്. എന്റെ മക്കളൊക്കെ ഞാൻ മാറിയപ്പോ ഒരുപാട് മാറ്റം എന്റെ മക്കളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോ എന്താ പറയാ, ഫുൾ ടൈം ചിരി കളി, കിടക്കാതെ നേരത്ത് പോലും ചുമ്മാ ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് അത്രയ്ക്ക് ഹാപ്പിയാണ് കിടന്നുറങ്ങിയത് തന്നെ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഹാപ്പിയാ. ഇതാണ് എപ്പോഴും ഒരു അനുഭവ സത്യം. നമ്മൾ നേരിൽ കാണുന്ന ഒരു അനുഭവ സത്യം കണ്ടില്ലേ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യമാണ് സൗമ്യ മാം സ്വന്തം മക്കളെ പറ്റി പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മളിലേക്ക് വന്നു ചേർന്നു അല്ലെ. നമ്മളെ മക്കളാണ് നമ്മളെ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ സൗമ്യ മാം. താങ്ക് യു മാം. താങ്ക് യു. ഹലോ മാം, എനിക്ക് ജോലിക്ക് പോകാറായെങ്കിൽ മാഡത്തിനെ കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നില്ല. അപ്പൊ
സത്യം പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. കുറച്ചൊരു ബ്ലെസ്സൻസ് ഉണ്ട്. കാരണം കുറച്ചൊരു ബാധ്യതകളിൽ പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറി ശരിയാവും. ജീവിതം ജീവിക്കണം തന്നെയാണ് ഇപ്പൊ എന്റെ ഒരു മനസ്സ്. അത്രയ്ക്കും വേണം. പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഏത് ഞാൻ ക്ലാസ്സിൽ കേറിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കിട്ടാത്ത എന്തോ ഒരു എനർജി എനിക്ക് ഇന്നലെ തൊട്ട് ആ ഒരു അഫർമേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പിടിച്ചോണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് കയറണം എന്നുള്ള എനിക്ക് ഭയങ്കര നന്നായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എനിക്ക് ഉണ്ട്. ഞാൻ വാടകയ്ക്കാണ് മാഡം താമസിക്കുന്നത്. 18 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. കാരണം ഈ ഒരു മാസത്തെ ഒരു വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുന്നു. ശരിയാവും. പണം വന്നുകൊണ്ടിരിക്കുകയാണ്. പണം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതെ അതെ അതെ. ഓക്കെ, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. നമ്മളിന്ന് പറഞ്ഞില്ലേ സെൽഫ് ലവ്. കാണണം എന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഹസ്ബൻഡാ? ഓക്കെ, ഹസീന മാം വീഡിയോയിൽ വന്നില്ലല്ലോ. ഫാത്തിമ അസീസ്. മാം എന്റെ ഹസ്ബൻഡ് കാണണം മാം. ഓക്കെ, ഹായ്. രണ്ടാലും ജോലിക്ക് പോകുന്ന തിരക്കാണ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം, താങ്ക് യു. പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക്, എന്റെ കുടുംബത്തിനും. തീർച്ചയായിട്ടും. +2 കഴിഞ്ഞു. അവന് ഇനിയിപ്പോ ഒരു ഇത് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഫാത്തിമ അസീസ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇന്നത്തെ രാവിലത്തെ തുടക്കം തന്നെ അടിപൊളിയാണ്. മെഡിറ്റേഷൻ അടിപൊളിയായിരുന്നു.